ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ലേൺ വിത്ത് എം ജെ. അപ്പോൾ ICDS സൂപ്പർവൈസറുടെയും അതുപോലെ തന്നെ പ്രൊബേഷൻ ഓഫീസറുടെയൊക്കെ എക്സാംസ് അങ്ങ് ഡേറ്റിംഗ് ആയിക്കഴിഞ്ഞു. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ഇടുന്നത്. അപ്പോൾ കുറച്ച് മെഡിക്കൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് വീഡിയോസ് ഇടാതിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് സോഷ്യൽ വർക്ക് എന്നാണ് പഠിക്കാൻ പോകുന്നത്. സിമ്പിളായിട്ട് കുറച്ച് ഡെഫിനിഷൻസ് മാത്രമാണ് നമ്മളിതിൽ പറയുന്നത് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. എന്താണ് സോഷ്യൽ വർക്ക്? സോഷ്യൽ വർക്ക് ഇസ് എ പ്രാക്ടീസ് ബേസ്ഡ് പ്രൊഫഷൻ ആൻഡ് ആൻ അക്കാഡമിക് ഡിസിപ്ലിൻ ദാറ്റ് പ്രൊമോട്ട്സ് സോഷ്യൽ ചേഞ്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, സോഷ്യൽ കൊഹഷൻ ആൻഡ് ദ എംപവർമെൻറ്റ് ആൻഡ് ലിബറേഷൻ ഓഫ് പീപ്പിൾ. നമ്മളിവിടെ അണ്ടർലൈൻ ചെയ്ത് വയ്ക്കേണ്ട വാക്കുകൾ ഏതൊക്കെയാണ് എന്ന് വെച്ചാൽ സോഷ്യൽ ചേഞ്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, സോഷ്യൽ കൊഹഷൻ ആൻഡ് ദി എംപവർമെൻറ്റ് ആൻഡ് ലിബറേഷൻ ഓഫ് പീപ്പിൾ. ഇത്രയും വാക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് ആ ടേംസ് മാത്രം ഒന്ന് പഠിക്കുക. അപ്പോൾ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ഒരു പ്രാക്ടീസ് ബേസ്ഡ് പ്രൊഫഷനാണ്. എന്തുകൊണ്ടാണ് അതിനെ ഒരു പ്രാക്ടീസ് ബേസ്ഡ് പ്രൊഫഷൻ എന്ന് പറയുന്നത്? സോഷ്യൽ വർക്ക് പഠിച്ചിട്ട് നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഇല്ലല്ലേ. അതിനെ അപ്ലൈ ചെയ്യണം, ഫീൽഡിലേക്ക് അത് കൊണ്ടുവരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്താണ്, ഒരു പ്രാക്ടീസ് ബേസ്ഡ് പ്രൊഫഷനാണ്. അതുപോലെ തന്നെ ഇതെന്താണ്, ഒരു അക്കാഡമിക് ഡിസിപ്ലിനും ആണല്ലേ. കാര്യം എന്താ, നമ്മൾ സോഷ്യൽ വർക്ക് പഠിക്കുന്നു, ഇപ്പോൾ നമ്മൾ പഠിക്കുന്നില്ലേ. അപ്പോൾ ഇതൊരു അക്കാഡമിക് ഡിസിപ്ലിനാണ്. അതുപോലെ തന്നെ എന്താണ്, ഇതൊരു പ്രാക്ടീസ് ബേസ്ഡ് പ്രൊഫഷനാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ സോഷ്യൽ വർക്ക് നമ്മൾ പഠിക്കുന്നത്? ഇറ്റ് പ്രൊമോട്ട് സോഷ്യൽ ചേഞ്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അല്ലേ. സമൂഹത്തിൽ നടക്കുന്ന വിവിധ തരത്തിലുള്ള മാറ്റങ്ങളെയും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റിനെയും വികസനത്തെയും നമ്മൾ പഠിക്കുന്നു. അതുപോലെ തന്നെ സോഷ്യൽ കൊഹിഷൻ. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ സൊസൈറ്റിയിൽ വെറുതെ ജീവിക്കാൻ പറ്റില്ല, ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. ഉറപ്പായും ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടും, അവിടെ കൊഹഷൻ ഉണ്ടാകും. അപ്പോൾ സോഷ്യൽ കൊഹഷനെ കുറിച്ചിട്ട് ഡീൽ ചെയ്യുന്ന ഒരു ഡിസിപ്ലിനാണ് സോഷ്യൽ വർക്ക്. അതുപോലെ തന്നെ എംപവർമെൻറ്റ് ആൻഡ് ലിബറേഷൻ ഓഫ് പീപ്പിൾ. എംപവർമെൻറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ, ശാക്തീകരണം എന്ന്, വിമൺ എംപവർമെൻറ്റ് എന്നുള്ള ടേംസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ പീപ്പിളിൻ്റെ ലിബറേഷൻ. അപ്പോൾ ഇതെല്ലാം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു അക്കാഡമിക് ഡിസിപ്ലിനാണ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട ടേംസ് ഇതാണ്: പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ്, ഹ്യൂമൻ റൈറ്റ്സ്, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആൻഡ് റെസ്പെക്ട് ഫോർ ഡൈവേഴ്സിറ്റീസ് ആർ സെൻട്രൽ ടു സോഷ്യൽ സയൻസസ്, ആർ സെൻട്രൽ ടു സോഷ്യൽ വർക്ക്. അപ്പോൾ സോഷ്യൽ വർക്കിൽ സെൻട്രൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ ജസ്റ്റിസ് അല്ലേ. അപ്പോൾ പ്രൊബേഷൻ ഓഫീസർ എക്സാംസ് ഒക്കെ നമ്മൾ പഠിക്കുന്നവർക്ക് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് അറിയാം. അപ്പോൾ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ആ ഒരു വാക്കിനും അവിടെ വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ ജസ്റ്റിസ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് പ്രിൻസിപ്പിൾസ്, അതുപോലെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, റെസ്പെക്ട് ഫോർ ഡൈവേഴ്സിറ്റീസ്, ഇതെല്ലാം എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഡിസിപ്ലിനിൽ. Underpinned by the theories of social work, social sciences, humanities and indigenous knowledges, social work engages people and structures to address life challenges and enhance well-being. അപ്പോൾ സോഷ്യൽ വർക്ക് എന്താണ് എൻഗേജ് ചെയ്യുന്നത്, പീപ്പിളിനെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന എന്തിലൊക്കെയാണല്ലേ, പലതരത്തിലുള്ള ലൈഫ് ചലഞ്ചസിനെ അഡ്രസ്സ് ചെയ്യാനും അതുപോലെ തന്നെ വെൽബീയിങ് എൻഹാൻസ് ചെയ്യാനും, അത് പീപ്പിളിൻ്റെ വെൽബീയിങ്, അതുപോലെ തന്നെ സ്ട്രക്ചേഴ്സ്, പലതരത്തിലുള്ള സൊസൈറ്റിയിലെ സ്ട്രക്ചേഴ്സ്, അത്തരത്തിലുള്ള കാര്യങ്ങളുടെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യാനും അതുപോലെ വെൽബീയിങ്, മൊത്തത്തിലുള്ളൊരു വെൽബീയിങ് എൻഹാൻസ് ചെയ്യാനുമാണ് സോഷ്യൽ വർക്ക് എൻഗേജ് ചെയ്യുന്നത്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എവിടെയാണ് നമുക്ക് നോക്കാൻ പറ്റുന്നത്? വിവിധ തരത്തിലുള്ള തിയറികളുണ്ടല്ലേ സോഷ്യൽ വർക്കിലായാലും സോഷ്യൽ സയൻസിലായാലും ഹ്യൂമാനിറ്റീസിലായാലും ഇൻഡിജിനസ് നോളജിലും ആയാലും ഒക്കെ വേരിയസ് തിയറീസ് ഉണ്ട്. അപ്പോൾ ഈ തിയറീസ് എല്ലാം ഈ സൊസൈറ്റിയിലെ വേരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസിൽ ആപ്ലിക്കബിൾ ആണോ എന്നുകൂടി നോക്കുന്നുണ്ട്. ഇതാണ് ഇൻട്രൊഡക്ഷനിൽ നമുക്ക് പറയാനുള്ളത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് സോഷ്യൽ വർക്ക് ഈസ് എ പ്രൊഫഷൻ ഫോർ ദോസ് വിത്ത് എ സ്ട്രോങ് ഡിസയർ ടു ഹെൽപ്പ് ഇംപ്രൂവ് പീപ്പിൾസ് ലൈഫ്സ്. സോഷ്യൽ വർക്കേഴ്സ് അസിസ്റ്റ് ദ പീപ്പിൾ ബൈ ഹെൽപ്പിംഗ് ദം cope with issues in their everyday lives, deal with their relationships and solve the personal and family problems. അപ്പോൾ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നതൊരു പ്രൊഫഷൻ ആണെന്ന് നമുക്കറിയാമല്ലേ, പ്രാക്ടീസ് ബേസ്ഡ് പ്രൊഫഷൻ ആണെന്ന് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രൊഫഷൻ
ചൂസ് ചെയ്യുന്നവർ എങ്ങനെയായിരിക്കണം? വിത്ത് എ സ്ട്രോങ് ഡിസയർ ടു ഹെൽപ്പ് ഇംപ്രൂവ് പീപ്പിൾസ് ലൈവ്സ്. മനുഷ്യരുടെ ജീവിതങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസയർ, അതിനോട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉള്ളൊരു വ്യക്തി ഈ പ്രൊഫഷൻ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലതല്ലേ. അല്ലാതെ വെറുതെ ഇതൊന്നും താല്പര്യമില്ലാത്തൊരു വ്യക്തിക്ക് ഈ ഒരു പ്രൊഫഷൻ പറ്റുന്നതല്ല. സോഷ്യൽ വർക്കേഴ്സ് എന്താണ് ചെയ്യുന്നത്? മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നു അല്ലേ, അസിസ്റ്റ് ചെയ്യുന്നു, പീപ്പിളിനെ അസിസ്റ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? എവരിഡേ ലൈഫിൽ ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ ഉണ്ടാവാം, പേഴ്സണൽ ഫാമിലി പ്രോബ്ലംസ് ഉണ്ടാവും. ഇതെല്ലാം എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. അതിനു വേണ്ടി പീപ്പിളിനെ അസിസ്റ്റ് ചെയ്യുകയാണ് സോഷ്യൽ വർക്കേഴ്സ് ചെയ്യുന്നത്. എങ്ങനെയുള്ള ആൾക്കാരാണ്? ഒരു സ്ട്രോങ് ഡിസയർ ഉള്ളവരാണ്, മറ്റുള്ളവരെ സഹായിക്കാൻ ഒരു സ്ട്രോങ് ഡിസയർ, അത്തരത്തിലുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ളവരായിരിക്കണം ഈ സോഷ്യൽ വർക്ക് ഡിസിപ്ലിനുമായിട്ട് ഡീൽ ചെയ്യേണ്ടത്. ഇനി നമുക്ക് 2-3 ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ് നോക്കാം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയ 2-3 ഡെഫിനിഷൻസാണ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഡെഫിനിഷൻസ് നമുക്ക് കിട്ടും, നമുക്ക് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഡെഫിനിഷൻസ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടി ഒന്ന് വായിച്ച് വെച്ചേക്കുക. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നും ചോദിക്കാൻ പറ്റുന്ന 2-3 ഡെഫിനിഷൻസാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് ക്ലാർക്കിൻ്റെ ഡെഫിനിഷൻ, ഈ ഒരു സ്ലൈഡിൽ ആദ്യം ഞാൻ ഇട്ടിരിക്കുന്ന ക്ലാർക്കിൻ്റെ ഡെഫിനിഷനാണ്. ഇതൊന്ന് നോക്കാം. ക്ലാർക്ക് 1947 സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളത്, ഇതൊരു കോട്ടഡ് ടെക്സ്റ്റ് പോലെ ഞാൻ ആസ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇദ്ദേഹം പറഞ്ഞ ആ ഒരു ഡെഫിനിഷൻ അതേപോലെ എഴുതിയിരിക്കുകയാണ്. ഇത് ഞാൻ ആദ്യം ഒന്ന് വായിക്കാം, എന്നിട്ട് നിങ്ങൾക്കത് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ പാർട്സാക്കി ഡിവൈഡ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. Clark stated that social work is a form of professional service comprising a composite knowledge and skills, parts of which are not distinctive of social work, which attempts on the one hand to help the individual satisfy his needs in the social milieu, and on the other to remove as far as possible the barriers which obstruct the people from achieving the best of which they are capable. ഒരു വലിയ ഡെഫിനിഷനാണ്, എന്നിരുന്നാലും വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡെഫിനിഷനാണ്. അപ്പോൾ ക്ലാർക്ക് പറയുന്നത് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് ഒരു ഫോം ഓഫ് പ്രൊഫഷണൽ സർവീസാണ്. ശരിയാണല്ലേ? നമ്മൾ പറഞ്ഞു ഒരു അക്കാഡമിക് ഡിസിപ്ലിൻ മാത്രമല്ല സോഷ്യൽ വർക്ക്, പ്രൊഫഷൻ കൂടിയാണ്, ഒരു പ്രൊഫഷണൽ സർവീസാണ് അല്ലേ, ഒരു സർവീസാണ്. നമ്മൾ സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോൾ ഒരു സർവീസാണ്, അതിനൊരു പ്രൊഫഷണാലിറ്റിയും ഉണ്ട്. അപ്പം എന്താണ്? പ്രൊഫഷണൽ സർവീസാണ്. അപ്പോൾ സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഒരു അക്കാഡമിക് ഡിസിപ്ലിനാണ്, പ്രൊഫഷണൽ സർവീസാണ്, പ്രാക്ടീസ് ബേസ്ഡ് പ്രൊഫഷനാണ്. ഓക്കെ, അപ്പോൾ പ്രാക്ടീസ് ബേസ്ഡ് പ്രൊഫഷനാണ്, പ്രൊഫഷണൽ സർവീസാണ്, അതുപോലെ തന്നെ അക്കാഡമിക് ഡിസിപ്ലിനാണ്. ഇത്രയുമാണ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. അപ്പം ഇവിടുത്തെ ഡെഫിനിഷനിൽ എടുത്ത് പറയുന്നത് ഇതൊരു പ്രൊഫഷണൽ സർവീസ് ആണെന്നാണ് പറയുന്നത്. കംപ്രൈസിങ് എ കോമ്പോസിറ്റ് നോളജ് ആൻഡ് സ്കിൽസ് അല്ലേ, കോമ്പോസിറ്റ് നോളജും സ്കിൽസും കംപ്രൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് അറ്റംപ്റ്റ് ചെയ്യുന്നത് ഒരു രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ദ ഇൻഡിവിജ്വൽസിനെ ഹെൽപ്പ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? സാറ്റിസ്ഫൈയിങ് ദ നീഡ്സ് അല്ലെ, ഇൻഡിവിജ്വലിൻ്റെ വിവിധ തരത്തിലുള്ള സോഷ്യൽ പരമായിട്ടുള്ളയും അതുപോലെ പേഴ്സണലായിട്ടുള്ളയും പല പല കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഒരു രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ സർവീസാണ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ remove as far as possible the barriers which obstruct the people from achieving the best of which they are capable. ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന അവർക്ക് കേപ്പബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഓഫ് ഒരു ലെവൽ ഓഫ് അവരുടെ ഒരു അച്ചീവിങ് ലെവൽ ഉണ്ടായിരിക്കുമല്ലോ, ഇത്ര വരെ അവർക്ക് കേപ്പബിൾ ആണ്, അവർക്കത് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു നിലയിലേക്ക് എത്തിക്കാതെ ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്ന പല പല കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഹൈലി എംപ്ലോയ് ചെയ്യാൻ പറ്റുന്ന, ജോലി ചെയ്യാൻ പറ്റുന്ന അത്രയും കേപ്പബിലിറ്റി ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കും. പക്ഷേ പല പല കാരണങ്ങൾ കൊണ്ടിട്ട്
പല ഒബ്സ്ട്രക്ഷൻസ് കൊണ്ടിട്ട് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റാതെ ആ ഒരു ജോബിലേക്ക് അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയ്മെൻറ്റിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. അതൊക്കെ ബാരിയേഴ്സ് ഉണ്ടായിരിക്കും, പല ബാരിയേഴ്സ് ഉണ്ടായിരിക്കും. അപ്പം അത്തരത്തിലുള്ള ബാരിയേഴ്സിനെ റിമൂവ് ചെയ്യാൻ കൂടി എന്ത് ഹെൽപ്പ് ചെയ്യുന്നു? ഈ സോഷ്യൽ വർക്ക് ആസ് എ പ്രൊഫഷണൽ സർവീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാർക്കിൻ്റെ ഡെഫിനിഷനിൽ നിങ്ങൾ ഓർത്ത് വെച്ചേക്കേണ്ടത് ഇതൊരു പ്രൊഫഷണൽ സർവീസ് ആണെന്ന് പറയുന്നു. കോമ്പോസിറ്റ് നോളജും സ്കിൽസും കംപ്രൈസ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ സർവീസ് ആണെന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുക, അത് ക്ലാർക്ക് പറഞ്ഞിട്ടുള്ള ഡെഫിനിഷനാണ്. അത് കൂടാതെ ഈ പോയിന്റുകളും വരുന്നു. On the one hand, to help the individual satisfy needs. On the other hand, to remove as far as possible the barriers which obstruct the people from achieving the best of which they are capable. അപ്പം ആസ് ഫാർ ആസ് പോസിബിൾ അല്ലേ, കഴിയുന്നിടത്തോളം ആ ബാരിയേഴ്സിനെ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പ്രൊഫഷണൽ സർവീസ് കൂടിയാണ് സോഷ്യൽ വർക്ക് എന്ന് ആര് പറയുന്നത്? ക്ലാർക്ക് പറയുന്നത്. ഇത് നല്ല വ്യക്തമായിട്ട് ഇപ്പം തന്നെ പഠിച്ചു പോകും. അപ്പം പിന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മതി, വളരെ എളുപ്പമായിരിക്കും ഇത് മനസ്സിലാക്കാൻ. രണ്ടാമത്തെ ഡെഫിനിഷൻ, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷനാണ്. W.A. ഫ്രൈഡ്ലാൻഡർ, ഇദ്ദേഹത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സോഷ്യൽ വർക്ക് പഠിക്കുന്ന വ്യക്തികൾക്ക് വളരെ സുപരിചിതനായിരിക്കും. ഇദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സോഷ്യൽ വർക്ക് സയൻറ്റിസ്റ്റ് ആണ്. ഇദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ നമുക്കൊന്ന് നോക്കാം. സോഷ്യൽ വർക്ക് ഇസ് എ പ്രൊഫഷണൽ സർവീസ്. ഓക്കെ, ഇദ്ദേഹവും പറയുന്നത് എന്താണ്? പ്രൊഫഷണൽ സർവീസ് ആണെന്ന് തന്നെയാണ് അല്ലേ. അപ്പം ഡെഫിനിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ക്ലർക്ക് പറഞ്ഞിട്ടുള്ളതിലും പ്രൊഫഷണൽ സർവീസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ചെറിയ വ്യത്യാസങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ ഫ്രൈഡ്ലാൻഡറിൻ്റെ ഡെഫിനിഷനിലും ഇദ്ദേഹം ആദ്യം പറയുന്നത് സോഷ്യൽ വർക്ക് ഒരു പ്രൊഫഷണൽ സർവീസ് ആണ് എന്ന് തന്നെയാണ്. ബേസ്ഡ് അപ്പോൺ സയൻറ്റിഫിക് നോളജ് ആൻഡ് സ്കിൽ ഇൻ ഹ്യൂമൻ റിലേഷൻസ്. അപ്പോൾ അവിടെ യുണീക്കായിട്ട് പറയുന്നത് ഇതാണ്, ബേസ്ഡ് അപ്പോൺ സയൻറ്റിഫിക് നോളജ്. വെറുതെ ആണോ? അല്ലല്ലേ, സയൻറ്റിഫിക് നോളജിനെ ബേസ് ചെയ്താണ്. പല പല തിയറീസ് വരുന്നുണ്ടല്ലേ, അപ്പം അതിനെല്ലാം ബേസ് ചെയ്തിട്ടാണ് ഈ പ്രൊഫഷൻ വരുന്നത്. അതുപോലെ തന്നെ ഹ്യൂമൻ റിലേഷൻ സ്കിൽ, ഹ്യൂമൻസുമായിട്ട് ഡീൽ ചെയ്ത് വരുന്ന അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഹ്യൂമൻ റിലേഷൻ സ്കിൽ എന്തായാലും ഈ ഒരു ഡിസിപ്ലിൻ ആവശ്യമാണ്. which assist the individuals alone or in groups to obtain social and personal satisfaction and independence. അപ്പം ഇവിടെയും പറയുന്നത് അസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒന്നുകിൽ പേഴ്സണൽ എലോൺ ആയിട്ട് ഒരു വ്യക്തിയെ അസിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രൂപ്പ്സിനെ അസിസ്റ്റ് ചെയ്യുക അല്ലേ. അപ്പം ഇവരെല്ലാം അസിസ്റ്റ് ചെയ്യുന്നു എന്തിനു വേണ്ടിയിട്ട്? ഒന്നുകിൽ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ സോഷ്യൽ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? അസിസ്റ്റ് ചെയ്യുന്നു. അപ്പം ഇവിടെ ഓർത്തു വയ്ക്കേണ്ട കീവേഡ്സ് എന്തൊക്കെയാണ്? പ്രൊഫഷണൽ സർവീസ്, പ്രധാനമായിട്ട് എന്താണ്? ബേസ്ഡ് അപ്പോൺ സയൻറ്റിഫിക് നോളജ് ആൻഡ് സ്കിൽ ഇൻ ഹ്യൂമൻ റിലേഷൻസ്. ഓക്കെ, അതുപോലെ തന്നെ അസിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടെ. അപ്പോൾ ഈ രണ്ട് ഡെഫിനിഷൻസും നിങ്ങൾ ഇപ്പം തന്നെ മറക്കാതെ പഠിക്കൂ. അടുത്തതായിട്ട് പറയുന്നത് ഇന്ത്യൻ കോൺഫറൻസ് ഓഫ് സോഷ്യൽ വർക്ക് നൽകിയിട്ടുള്ള ഡെഫിനിഷനാണ്. ഇതും കൂടി ഞാനൊന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങൾ ഇതുകൂടി ഒന്ന് പഠിച്ചു വയ്ക്കുക. ഒന്ന് ജസ്റ്റ് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കും. എന്തായാലും ക്ലാർക്കിൻ്റെയും ഫ്രൈഡ്ലാൻഡറിൻ്റെയും ഡെഫിനിഷൻ നിങ്ങൾ മറക്കാതെ അത് ഇപ്പം തന്നെ എഴുതി ഒന്ന് പഠിച്ചു വയ്ക്കുക. ഇനി ഇന്ത്യൻ കോൺഫറൻസ് ഓഫ് സോഷ്യൽ വർക്കിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നത് സോഷ്യൽ വർക്ക് ആസ് എ വെൽഫെയർ ആക്ടിവിറ്റി എന്നാണ് പറയുന്നത്. ബേസ്ഡ് ഓൺ ഹ്യൂമാനിറ്റേറിയൻ ഫിലോസഫി, സയൻറ്റിഫിക് നോളജ് ആൻഡ് ടെക്നിക്കൽ സ്കിൽസ് ഫോർ ഹെൽപ്പിംഗ് ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് ഓർ കമ്മ്യൂണിറ്റീസ് ടു ലീവ് എ റിച്ച് ആൻഡ് ഫുൾ ലൈഫ്. ഏതാണ്ട് ഒരേ കാര്യങ്ങൾ തന്നെയാണ് ഇവരെല്ലാവരും പറയുന്നത് അല്ലേ. മുന്നേ പഠിച്ച രണ്ട് ഡെഫിനിഷനിൽ നമ്മൾ ഏകദേശം സെയിം കാര്യം തന്നെയാണ് പഠിച്ചത്. സയൻറ്റിഫിക് നോളജ് ബേസ് ചെയ്താണെന്നും ഹ്യൂമൻസിനെ ഹെൽപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഗ്രൂപ്പിനെ ഹെൽപ്പ് ചെയ്യാനുള്ള ടെക്നിക്കൽ സ്കില്ലുണ്ടായിരിക്കണം. ഒരു ഗ്രൂപ്പ് ആവാം, ഇൻഡിവിജ്വൽ ആവാം, കമ്മ്യൂണിറ്റി ആവാം, എന്ത് തന്നെ ആയാലും അവരുടെ ഒരു ജീവിതം മെച്ചപ്പെടുത്താൻ, ഒരു റിച്ച് ആൻഡ് ഫുൾ ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ഒരു വെൽഫെയർ ആക്ടിവിറ്റി ആയിട്ടാണ് ഇന്ത്യൻ കോൺഫറൻസ് ഓഫ് സോഷ്യൽ വർക്ക് ഡിഫൈൻ ചെയ്യുന്നത്. എന്തിനെ? സോഷ്യൽ വർക്കിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ,
ഇപ്പം അടുത്തൊരു ഇത് നമുക്ക് നോക്കാം. ഇത് ഞാൻ ജസ്റ്റ് എനിക്കൊരു സ്ലൈഡ് കിട്ടിയത് ഞാൻ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് വിചാരിക്കുകയാണ്. എന്താണ് സോഷ്യൽ വർക്കേഴ്സ് ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. കാര്യം ഇത്രയും കാര്യങ്ങൾ തുടർന്നുള്ള നമ്മുടെ ക്ലാസ്സുകളിൽ ആവശ്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സാണ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്ലാസ്സാണ്. അപ്പോൾ ബാക്കി തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഇതെല്ലാം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. സോഷ്യൽ വർക്കേഴ്സ് എന്താണ് ചെയ്യുന്നത്? ദേ ഹെൽപ്പ് ദ ഇൻഡിവിജ്വൽസ്, കപ്പിൾസ് ആൻഡ് ഫാമിലീസ് ടു ഓവർകം സോഷ്യൽ ആൻഡ് ഹെൽത്ത് പ്രോബ്ലംസ്. സോഷ്യൽ പ്രോബ്ലംസും ഹെൽത്ത് പ്രോബ്ലംസും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽസിനെ, കപ്പിൾസിനെ, അതുപോലെ തന്നെ ഫാമിലീസിനെ ഹെൽപ്പ് ചെയ്യുന്നു. ആ ജോലിയാണ് ആര് ചെയ്യുന്നത്? സോഷ്യൽ വർക്കേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, സോഷ്യൽ വർക്കേഴ്സ് ഹെൽപ്പ് ദ ഇൻഡിവിജ്വൽസ്, കപ്പിൾസ് ആൻഡ് ഫാമിലീസ് ടു ഓവർകം ദ സോഷ്യൽ ആൻഡ് ഹെൽത്ത് പ്രോബ്ലംസ് സച്ച് ആസ് എന്തൊക്കെയാണ്? പോവേർട്ടി, മെൻ്റൽ ഇൽനെസ് എന്നൊക്കെ പറഞ്ഞാൽ എത്രത്തോളം ഒരു ഇൻഡിവിജ്വലിനെ അഫക്റ്റ് ചെയ്യും അല്ലേ? അതുപോലെ തന്നെയാണ് പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ്, ദാരിദ്ര്യം വന്നു കഴിഞ്ഞാൽ ഒരു സൊസൈറ്റി അത് എങ്ങനെയൊക്കെ ബാധിക്കും. അബ്യൂസ്, വിവിധ തരത്തിലുള്ള അബ്യൂസുകൾ ഇന്നുണ്ട്. ചൈൽഡ് അബ്യൂസ്, ദെൻ സെക്ഷൽ അബ്യൂസ്, പിന്നെ സ്ത്രീകളെ അബ്യൂസ് ചെയ്യുന്നു, ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്നു, ഡൊമസ്റ്റിക് വയലൻസ്, ദെൻ ആൽക്കഹോൾ അബ്യൂസ് വരുന്നുണ്ട്, പലതരത്തിലുള്ള അഡിക്ഷൻസ്, ഡ്രഗ് അഡിക്ഷൻസ്, ദെൻ ഈറ്റിംഗ് ഡിസോർഡേഴ്സ് വരുന്നുണ്ട്, അൺഎംപ്ലോയ്മെൻറ്റ് പോലുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇതെല്ലാം സൊസൈറ്റിയിൽ നടക്കുന്ന വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. ചൈൽഡ് ലേബറോ അല്ലെങ്കിൽ ചൈൽഡ് മാരേജും അങ്ങനെയൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സൊസൈറ്റി ഇന്ന് വിറ്റ്നസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാൻ, അവരെ ഓവർകം ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ടുള്ള വ്യക്തികളാണ് സോഷ്യൽ വർക്കേഴ്സ്. അവർക്കൊരു സ്ട്രോങ് ഡിസയർ ഉണ്ടെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. സോ ദേ ആർ ഹെൽപ്പിംഗ് ദി ഇൻഡിവിജ്വൽസ് ഓർ കമ്മ്യൂണിറ്റീസ്. They offer an unique approach because social work focuses on people's problems in the context of their social environments. ഒരു യുണീക്ക് അപ്രോച്ചാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. കാരണം സോഷ്യൽ വർക്ക് ഫോക്കസ് ചെയ്യുന്നത് പീപ്പിളിൻ്റെ പ്രോബ്ലംസിനെ എങ്ങനെയാണ്? സോഷ്യൽ എൻവയോൺമെൻറ്റിൻ്റെ കോണ്ടെക്സ്റ്റിലാണ്. കാര്യം ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിക്ക് ബിലോങ് ചെയ്യുന്നതാണ് അല്ലേ? സൊസൈറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന ആൾക്കാരാണ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇൻഡിവിജ്വൽ പ്രോബ്ലം എന്ന് പറയുന്നത് ആ ഇൻഡിവിജ്വലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരിക്കില്ല, പകരം അത് സൊസൈറ്റിയിലും റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോസ് അറിയണമെന്നുണ്ടെങ്കിൽ സൊസൈറ്റൽ എൻവയോൺമെൻറ്റുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ സോഷ്യൽ കോണ്ടെക്സ്റ്റുമായിട്ട്, സോഷ്യൽ എൻവയോൺമെൻറ്റിൻ്റെ കോണ്ടെക്സ്റ്റുമായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ പഠിക്കുകയും അതിന് പരിഹാരം കണ്ടെത്തുകയുമാണ് സോഷ്യൽ വർക്കേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സോഷ്യൽ വർക്കേഴ്സിൻ്റെ ഡ്യൂട്ടി എന്ന് നമ്മൾ പഠിച്ചല്ലോ, ഡെഫിനിഷൻസും പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുള്ളൂ. ഇതൊരു എന്താ പറയുന്നത്, ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള കോൺസെപ്റ്റുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും നന്നായിട്ട് പഠിക്കുക, എല്ലാവരും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക, നോട്ട്സ് എഴുതുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തേക്ക് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത ക്ലാസ്സിൽ കാണാം.